ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 26,000 എന്ന ലെവൽ കഴിഞ്ഞ് ഇന്ന് 26,046 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 148 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 59,389 ക്ലോസ് ചെയ്തപ്പോൾ 180 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 60,283 ക്ലോസ് ചെയ്തപ്പോൾ 705 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 161 പോയിന്റ്സ് വന്ന് 17,389 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് എബവ് 1% റാലി നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ത്യ വിക്സ് ഇന്ന് 10.10 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 85,267 ക്ലോസ് ചെയ്തപ്പോൾ 449 പോയിന്റ്സിൻ്റെ ഗെയിൻ ആണെന്ന് കാണാൻ സാധിച്ചത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 3,868 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 1,114 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,960 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,839 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,758 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,898 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 26,046 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച നിഫ്റ്റി ആകെ 139 പോയിന്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 0.53% ഫോളോ നടത്തി. നിഫ്റ്റി കഴിഞ്ഞ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,046 നിൽക്കുമ്പോൾ 10.16% പ്രോഫിറ്റാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ, അതായത് 2024 ഡിസംബർ 23,644 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,046 നിൽക്കുമ്പോൾ 7.94% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ആകെ DII 20,184 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 9,201 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എല്ലാ ദിവസവും DII ബൈ ആയിരുന്നപ്പോൾ FII ഈ ആഴ്ച എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഓട്ടോ ഇന്ന് ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും ഒന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 159 പോയിന്റ്സ് ഉയർന്ന് 27,820 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,039 ക്ലോസ് ചെയ്തപ്പോൾ 289 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,672 ക്ലോസ് ചെയ്തപ്പോൾ 110 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി FMCG 128 പോയിന്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 54,490 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 38 പോയിന്റ്സ് ഉയർന്ന് 14,753 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9,551 ക്ലോസ് ചെയ്തപ്പോൾ 111 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 177 പോയിന്റ്സ് ഉയർന്ന് 38,274 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 0.70 പോയിന്റ്സിൻ്റെ ഇടിവ് ഉണ്ടായി. 1409 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ എന്ന് 2.63% റാലി കാണാൻ സാധിച്ചു. 269 പോയിന്റ്സ് ഉയർന്ന് 10,536 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,927 ക്ലോസ് ചെയ്തപ്പോൾ 130 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 25 പോയിന്റ്സ് ഉയർന്ന് 22,808 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8247 ക്ലോസ് ചെയ്തപ്പോൾ 12 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 13 പോയിന്റ്സ് ഉയർന്ന് 886 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,878 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 947 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ 3.37% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 3.31% റാലി നടത്തി. ഇറ്റേണൽ 2.44%, അൾട്രാടെക് സിമെന്റ് 2.19%, നെസ്ലെ ഇന്ത്യ 1.92%, JSW സ്റ്റീൽ 1.82%, L&T 1.75%, മാരുതി സുസുക്കി 1.69%, ഭാരതി എയർടെൽ 1.47% ആൻഡ് ഗ്രാസിം 1.39% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HUL 1.95% ഫോളോ കണ്ടു. സൺഫാർമ 0.76%, ITC 0.69%, മാക്സ് ഹെൽത്ത് കെയർ 0.61%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.53%, പവർ ഗ്രിഡ് 0.45%, ബജാജ് ഓട്ടോ 0.43%, ഏഷ്യ മോട്ടോഴ്സ് 0.37%, കോൾ ഇന്ത്യ 0.17% ആൻഡ് കോട്ടക് മഹീന്ദ്ര 0.17% ഫോൾ ആണെന്ന് കണ്ടത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.